പ്രാണായാമം എന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് ആർക്കും എവിടെ വേണമെങ്കിലും പൊസിഷനിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അതങ്ങനെ വലിയ ഫിസിക്കൽ എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആസനാസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പം അത് ചെയ്യാനുള്ള മടി കൊണ്ടാണ് പലരും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാത്തത്. യോഗയായാലും അല്ലെ ഇനി എന്തായാലും ജിമ്മായാലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാത്തത്. ഇത് കുറച്ച് സ്ട്രെയിൻ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ്, അല്ല കുറച്ച് ഇത് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ പ്രാണായാമം അങ്ങനെയല്ല, കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ബോഡി വലിയ സ്ട്രെങ്ത് ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല. ആയിരിക്കും ഒരു കംഫർട്ടബിളായ പൊസിഷനിൽ ഇരുന്ന് രാവിലെ എഴുന്നേറ്റിട്ടാണോ അല്ലെങ്കിൽ ബെഡിൽ തന്നെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യുന്നതുകൊണ്ട് നല്ല ആരോഗ്യത്തിനും എല്ലാം നല്ല യൂസ് ഉള്ളതാണ്. പ്രാണായാമം ചെയ്യുന്നത് വഴി നമ്മുടെ ലങ്സിലേക്കുള്ള ഓക്സിജൻ്റെ സപ്ലൈ ഒക്കെ കൂടുന്നതായിരിക്കും. അതായത് നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ എല്ലാ ലോബ്സൊന്നും അത് യൂസ് ചെയ്യുന്നില്ല. അപ്പർ പോർഷൻ ഓഫ് ദ ലങ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പ്രാണായാമം ചെയ്യുന്നത് വഴി അതിൻ്റെ എല്ലാ ലോബ്സ് വഴി ആക്റ്റീവ് ആവുന്നു. ഫുള്ള് കംപ്ലീറ്റ് ലങ്സ് ഈ ശ്വസന പ്രക്രിയയ്ക്ക് വേണ്ടി ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2-3 ടൈപ്പ് പ്രാണായാമാസ് ഉണ്ട്. കൂളിംഗ് പ്രാണായാമാസ് ഉണ്ട്, അതേപോലെ ഹീറ്റിംഗ് പ്രാണായാമം ഉണ്ട്, അതുപോലെ ബാലൻസിങ് പ്രാണായാമാസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത് കുറച്ച് പ്രാണായാമസ് ആദ്യം കാണിച്ചു തരാം. ആദ്യം കൂളിംഗ് പ്രാണായാമസ് പറഞ്ഞു തരാം. അപ്പം പ്രാണായാമം പറഞ്ഞ പോലെ ഒരുപാട് ടൈപ്പ് പ്രാണായാമസ് ഉണ്ട്. കൂളിംഗ് പ്രാണായാമസ് ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, അതേപോലെ ബാലൻസിങ് പ്രാണായാമസ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 ഈസി ഉള്ള പ്രാണായാമസ് ഞാൻ പറഞ്ഞു തരാം. കൂളിംഗ് പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്കപ്പം ചെയ്യാൻ പറ്റുന്നത് ബോഡി ഒന്ന് ഹീറ്റായിട്ടുള്ള കണ്ടീഷനിൽ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് പ്രാണായാമം ചെയ്യുന്നത്. ഉദാഹരണം നമുക്ക് ഫീവർ അങ്ങനെയൊക്കെ വന്ന ബോഡി ഓൾറെഡി ഹീറ്റഡ് കണ്ടീഷനാണ്, അല്ലെ BP എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് പ്രാണായാമം ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു കൂളിംഗ് പ്രാണായാമം പറഞ്ഞുതരാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്ററിൽ ഇരിക്കണം. ഇതൊരു സുഖാസന എന്ന് പറയും. നമ്മളെ ബാക്കും കഴുത്തും സ്ട്രെയിറ്റ് ആയിരിക്കണം. കൈ രണ്ടും ചിന്മുദ്ര എന്ന് പറയും. ഇതേപോലെ ചിന്മുദ്രയിൽ വെച്ച് കണ്ണടച്ചൊന്ന് ഇരിക്കണം. അതിനുശേഷം നമ്മുടെ വലത് കൈ കൊണ്ട് നാസിക മുദ്ര എന്ന് പറയും. ഈ ചൂണ്ടുവിരലും നടുവിരലും ഇതേപോലെ മടക്കി വെക്കുക. അതിനുശേഷം മെല്ലെ ഈ തമ്പ് കൊണ്ട് മെല്ലെ റൈറ്റ് നോസ്ട്രിൽ അടച്ചു വെക്കുക. ഇടതിലൂടെ എടുത്തിട്ട് ഇടതിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് ചന്ദ്ര അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻഹലേഷൻ ടു ലെഫ്റ്റ്, അഗെയിൻ എക്സലേഷൻ ടു സെയിം ലെഫ്റ്റ് സൈഡ്. ഇതാണ് ചന്ദ്ര അനുലോമ വിലോമ പറയുന്നത്. ഇതും ഒരു കൂളിംഗ് പ്രാണായാമമാണ്. പിന്നെ വേറെ അതേപോലെ തന്നെ ചന്ദ്രഭേദന നമുക്ക് ചെയ്യാൻ പറ്റും. അതിലെന്താണെന്ന് വെച്ചാൽ ഇൻഹലേഷൻ ടു ലെഫ്റ്റ്, എക്സലേഷൻ ടു റൈറ്റ്. ഭേദന എന്നാണ്, ചേഞ്ച് എന്നാണ് അർത്ഥം വരുന്നത്. അത് ഒരു റൗണ്ട് നമുക്ക് ചെയ്യാം. നല്ല ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്യാം. ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റ് നോസ്ട്രിൽ വഴി എക്സേൽ ചെയ്യാം. ഇതും ഒരു കൂളിംഗ് പ്രാണായാമസ് ആണ്. ഇനിയും ഉണ്ട് കൂളിംഗ് പ്രാണായാമസ്. തൽക്കാലം നമുക്ക് ഇത് മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കാൻ പറ്റും. മെഡിറ്റേറ്റീവ് പോസ്റ്റ് ആണെങ്കിൽ കുറേ ഉണ്ട്. സിദ്ധാസന, സുഖാസന, വജ്രാസന ഒക്കെ പറയും. ഇനിയിപ്പോൾ ഇതിലൊന്നും ഇരിക്കാനാവുന്നില്ലെങ്കിൽ ഏത് കംഫർട്ടബിൾ പൊസിഷനിലായാലും നമുക്ക് ഇരിക്കാം. നമുക്ക് കുറച്ച് നേരം കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്ന ഏത് പോസ്റ്റിലായാലും, അതിപ്പം ചെയറിൽ ഇരുന്നിട്ടായാലും നമുക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹീറ്റിംഗ് പ്രാണായാമസ് ചെയ്യാം. ഹീറ്റിംഗ് പ്രാണായാമം ഇതേപോലെ തന്നെ ബോഡി ഒന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യുന്നതാണ്, എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബോഡി ഓൾറെഡി തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ ബോഡി ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് സൂര്യ അനുലോമ വിലോമ ചെയ്യാം, പ്രാണായാമം ചെയ്യാം. അതിനുവേണ്ടി സെയിം കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലിരിക്കുക. ലെഫ്റ്റ് കൈ ചിന്മുദ്ര, റൈറ്റ് നാസിക മുദ്ര. അതിനുശേഷം മെല്ലെ ലെഫ്റ്റ് നോസ്ട്രിൽ അടച്ചു വെച്ച് റൈറ്റിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. റൈറ്റിലൂടെ തന്നെ പുറത്തേക്ക് വിടുക. ഇതാണ് സൂര്യ അനുലോമ വിലോമ പ്രാണായാമം പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ബ്രത്ത് റിറ്റൻഷൻ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. അതായത് ബ്രത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അതിനാണ് റിറ്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻഹെയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം, അതുപോലെ എക്സെയിൽ ചെയ്തിട്ടും കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം. വിത്ത് ബ്രത്ത് റിറ്റൻഷനാണ്.
അങ്ങനെ ഒരു റിട്ടൻഷൻ ഹോൾഡ് ചെയ്യുകയാണ്, ഒരു മേലെ ഇൻഹേൽ ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, അതുപോലെ എക്സേൽ ചെയ്തിട്ടും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് കൗണ്ട് കൂട്ടി കൂട്ടി വരാം. അത് നമ്മുടെ ലങ് കപ്പാസിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ബാലൻസിങ് പ്രാണായാമസ് ചെയ്യാം. അതിൽ കുറേ ഉണ്ട്. നമുക്കതിൽ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. അപ്പോൾ ഇതിന് ആയിട്ട് സെയിം ബാക്കി പ്രൊസീജിയറെല്ലാം ഞാൻ പറഞ്ഞ പോലെ സെയിം ആണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക, ലെഫ്റ്റ് കൈ ചിൻമുദ്ര, റൈറ്റ് സെയിം നാസിക മുദ്രയിൽ ഇരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്യാം, റൈറ്റിലൂടെ എക്സേൽ ചെയ്യാം, ഒന്നുകൂടി സെയിം റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്യുക, ലെഫ്റ്റിലൂടെ എക്സേൽ ചെയ്യുക. ഇതാണ് 1 റൗണ്ട്. ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നാഡീശുദ്ധി പ്രാണായാമ. ഇതൊരു ബാലൻസിങ് പ്രാണായാമമാണ്. ഞാൻ ഒരിക്കൽ കൂടി നാഡീശുദ്ധി പ്രാണായാമ കാണിച്ചു തരാം. അപ്പം പ്രാണായാമം ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണടച്ച് തന്നെ ചെയ്യണം. നല്ല നടുവും ബാക്ക് കഴുത്തൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് തന്നെ ഉണ്ടാവണം. ഒരു റൗണ്ട് കൂടി നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം.